ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ളോഗ്. ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. നമ്മൾ ആദ്യം നമ്മളെ പാചകം പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് സാമ്പാർ ഉണ്ടാക്കാനുള്ളത്. പക്ഷേ നമ്മൾ പഠിച്ച് കുക്കിങ്ങൊക്കെ പഠിച്ച ഒരു ലെവലെത്തി വരുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടും അതുപോലെ ഇഷ്ടമുള്ളതാണ് സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു വിരുന്നാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സാമ്പാർ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അയ്യോ സാമ്പാർ ഉണ്ടാക്കാനാണ് അങ്ങനെയൊക്കെ അതൊന്നും ചിന്തിക്കേണ്ട. പെട്ടെന്ന് ഒന്നും അറിയാത്തവർക്കും നമ്മൾ ഇവിടെ ഹോസ്റ്റലിൽ എവിടെ നിന്ന് പഠിക്കുന്നവർക്കും നമുക്ക് എല്ലാ വെജിറ്റബിൾസ് പച്ചക്കറി നമുക്ക് കിട്ടി വരില്ല. അപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ട് എങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ളത് ഒന്ന് നോക്കിയാൽ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കേണ്ട വെത്തപ്പാടിലാണ്. സാമ്പാർ ഉണ്ടാക്കാൻ നമ്മളിവിടെ അടുത്തുള്ള പച്ചക്കറികളാണ് 2 തക്കാളി, മത്തൻ, ഉരുളൻകിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്. അച്ഛൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറികളൊക്കെ മുരിങ്ങാക്കായ 2 എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് ആവശ്യത്തിന്, എരിയുള്ളവർക്ക് ഒരു 4-5 ഉപയോഗിക്കുക, അല്ലാത്തവർക്ക് 2 ഒക്കെ അല്ലച്ചാ അങ്ങനെ. പിന്നെ ഒന്നാമത് നമ്മൾ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അച്ഛൻ ഭയങ്കര കുക്കിങ്ങിലാണ്. പരിപ്പ് എടുത്തിട്ടുണ്ട്. അച്ഛാ, ഇതിലെന്തൊക്കെയാ മുളക് പൊടി ഇട്ടിട്ടുണ്ടോ? മുളക് പൊടി, മല്ലിപ്പൊടി, നാളികേരം, സാമ്പാർ പൊടി. മുളക് പൊടി, മല്ലിപ്പൊടി, നാളികേരം, സാമ്പാർ പൊടി, ഇത് 3 ഇട്ടിട്ട് നമ്മളെ ചീനച്ചട്ടിയിൽ വറുത്തതാണിത്. ഇനി ഇതിക്ക് അരയ്ക്കണം. പിന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിൻ്റെ അടിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ എടുക്കുക. പച്ചക്കറികൾ ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലച്ചാ. അത് ഇടാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവരണോ? ആകാത്തത് ഇടാം. അച്ഛാ, ഒന്നും കൂടി നമുക്കതേ അതിൻ്റെ ഉള്ളിലത്തേക്ക് ഒന്നും കൂടി കഴുകുക. ഉരുളൻകിഴങ്ങോ? തക്കാളിയും പിന്നെ ഈ വെണ്ടയ്ക്ക അതൊക്കെ കഴുകി വെച്ചതാണ്. ഇനി ഈ വെണ്ടയ്ക്ക ഞാനൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ ഈ തേങ്ങ പിന്നെ വറുത്തതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് 2 കൂടി അരച്ചിട്ട് വരാം ഗെയ്സ്. അപ്പം നമ്മളിതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പച്ചക്കറിയും നല്ലോണം കഴുകണല്ലോ അച്ഛാ. എന്തൊക്കെ കെമിക്കൽ ഇട്ടിട്ടാ വരുന്നതെന്ന് അറിയില്ല അല്ലേ. ഗൈസ്, ഇതാ ഞാൻ വറുത്തു വെണ്ടയ്ക്ക, അതുപോലെ അരപ്പു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനല്ലാതെ അച്ഛാ വേറെ രീതിയിൽ എങ്ങനെ സാമ്പാർ വെക്കുക? ഇത് വേറെ ഇതാകുമ്പോ ഇതാണ് പലതരത്തിലും വെക്കാമല്ലോ. കൂട്ടാല്ലേ. ഇതിപ്പോ മത്തനും മറ്റേ ഉരുളൻകിഴങ്ങും ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, പിന്നെ പരിപ്പും ഇതെല്ലാം കൂടി ഉള്ളൊരു സാമ്പാറാണ്. മറ്റേത് കുമ്പളങ്ങ, ഈ പരിപ്പ് വറക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടോ? പരിപ്പ് വറക്കൊന്നും വേണ്ട, വേവിക്കുക അല്ലേ. ഓക്കെ. പിന്നെ പുളി ഗെയ്സ്, പുളി എടുക്കാൻ മറക്കരുത് കേട്ടോ. ആവശ്യത്തിന് പുളിയാണ്. നമ്മളിവിടെ സാധാ പുളിയാണ് എടുത്തത്. കൊടംപുളിയും വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ അച്ഛാ? കൊടംപുളി ഒരു കഷ്ണം അത്ര. നമ്മളിത് സാധാ പുളി കേട്ടോ. അങ്ങനെ വലിയ പുളി ഇല്ലാത്ത പുളിങ്ങ ഇതാ ഇങ്ങനെ ഇട്ടത്. കറുത്ത പുളിങ്ങയാണ്. തക്കാളി ഉണ്ട്. അതുകൊണ്ടാണ് പുളി കുറവ്. തക്കാളി ഇല്ലെങ്കിൽ പുളി ലേശം അധികമാണ്. നമ്മളിവിടെ 3 ആളാവോണ്ട് കേട്ടോ ചെറിയ കുക്കറ്.
ആ ആള് കുറവായതുകൊണ്ട് കുറച്ച് കൂട്ടാനേ വരുള്ളൂ. അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ തക്കാളി തക്കാളി എല്ലാതും ഇട്ടു. നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ സംഭവം. ഇത് കുക്കറിലിട്ട് ഒരു 2 കൂക്ക് കൂക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് തിളച്ച പിന്നെ പുളി പാരുക. പുളി ഒന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പരിപ്പിടുകയാണ്. പുളി ഒന്ന് നല്ലോണം തിളച്ച വെച്ചാൽ തേങ്ങ അരച്ച് പാർന്ന് വറുത്തിടുക. തേങ്ങ പുളി പാരുന്നതിന്റെ മുമ്പ് ഈ കഷ്ണം വെന്താല് വെണ്ടയ്ക്ക് മുരിങ്ങക്കായ ഇടും. വെണ്ടയ്ക്ക് മുരിങ്ങക്കായ ഇട്ടതിന്റെ ശേഷം അത് വെന്തിട്ട് പുളി പാർന്നിട്ട് നല്ല തിളച്ച് കഴിഞ്ഞാൽ ഈ അരവ് പാരാം. അരവ് പാർന്നിട്ട് നല്ല തിളച്ച് കഴിഞ്ഞാല് ഗ്യാസ് നിർത്തുക. ഗ്യാസ് നിർത്തിയിട്ട് വറുത്തിടുക. കടുക്, കരിവേപ്പിൻ്റെ ഇല, വറുത്തിട്ടാൽ സാമ്പാറിന്റെ പണി വരും. അങ്ങനെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ ആക്കി തരണോ? ഞാനാക്കി. അപ്പൊ ഗെയ്സ് ഈ പച്ചക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഒരു 2 വിസിലാണ് ഇതാക്കേണ്ടത് കുക്കറില്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു കോപ്പ് എടുത്തോണ്ടിരുന്ന അച്ഛാ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത്ര മതി അച്ഛാ. പിന്നെ തേങ്ങയൊക്കെ അരച്ചൊക്കെ ഇല്ലേ, പുളിയൊക്കെ ഇല്ലേ, അത്ര മതി. അപ്പോൾ ഇതാ ഗൈസ്, ഞങ്ങൾ കുറച്ച് ആളുകൾ 3 ആളായതുകൊണ്ടാണ് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് വെക്കണത്. കാരണം ഫ്രിഡ്ജിലൊന്നും വെച്ചത് അധികം ഇവിടെ ഉപയോഗിക്കലില്ല. അന്നുള്ള കറിയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അച്ഛാ ഒന്ന് കൂക്കിക്ക് വെച്ചാലോ? കല്ലുപ്പ് മതിയോ? എന്നാൽ കല്ലുപ്പ് മതി. അപ്പോൾ ഗൈസ്, പൊടിപ്പ് ഞാൻ ഇവിടെ കൊടുന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കല്ലുപ്പ് മതിയാണ് പറഞ്ഞത്. അച്ഛൻ മഞ്ഞപ്പൊടി ഇടണ്ടേ? അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലോണം പിന്നെ തിളച്ചെന്നു, വെന്തെന്നു അല്ലേ? കഷ്ണങ്ങളൊക്കെ നല്ല വെന്തു. ഇനി അതിക്കിതാ പുളി പാരിയാണ്. പറഞ്ഞോളൂ. പുളി പാർന്നു. നല്ല പുളിയുള്ള പുളിങ്ങയാണെങ്കിൽ ലേശം എടുത്താൽ മതി കേട്ടാ. അപ്പോൾ ഒന്ന് പുളി പാർന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിളച്ച് വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമുക്ക് തേങ്ങ അരവ് പാരുക അല്ലേ? ആയിക്കോട്ടെ. ഇനി അതിലേക്ക് അരവ് പാരുകയാണ്. കണ്ടോ വേവേറിപ്പോ ഗൈസ്. ആ കഷ്ണങ്ങളൊന്നും അങ്ങനെ വേവേറിയിട്ടില്ല, പാകത്തിനാണ്. ഒന്ന് ഇളക്കിയിട്ട് കുറച്ചു നേരം തിളക്കട്ടെ. ഈ തേങ്ങ ഒഴിച്ചതിൻ്റെ പതയൊക്കെ ഒന്ന് ഇതാവണല്ലോ അച്ഛാ. അരവ് പറഞ്ഞതിൻ്റെ ഈ പതകളൊക്കെ ഇല്ലേ, ഒന്ന് തിളക്കട്ടെ. തിളച്ച് വെന്തിട്ട് വറുത്തിടുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എരി വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടാ. നമ്മളാരും അങ്ങനെ വലിയ എരി കൂട്ടാത്തവരായതുകൊണ്ടാണ് അങ്ങനെ പിന്നെ മുളക് പൊടി കൂടുതലായിട്ട് ഇടാം. അപ്പോൾ നമ്മളിതാ സാമ്പാർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം ശുദ്ധമായ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ്, നമ്മുടെ വീട്ടിൽ ആട്ടിയതാണ്. കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായ കടുക് വറുത്തിടുക, കടുകിടുക. ചുവന്ന മുളക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാലച്ച. ഇവിടെ ചുവന്ന മുളക് ഇല്ല. സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് സ്റ്റൗ പതുക്കേക്ക് കൊടുക്കുക, ഒന്ന് കത്തൽ കുറയ്ക്കുക. ഒരു സ്പൂണ് കടുക്, സ്പൂണ് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടിയിട്ട് കറിവേപ്പില ഇടുക. എല്ലാം പൊട്ടിയിട്ട് പൊട്ടുമ്പോൾ നമ്മൾ ഈ ഗ്യാസ് ഒന്ന് പതുക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. കടുകിൻ്റെ നല്ല സ്മെല്ലിലച്ച, നാടൻ വെളിച്ചെണ്ണയിലാകൊണ്ടേ നല്ല സ്മെല്ലാണ്. കരിവേപ്പിൻ്റെ ഇല. ഇതൊക്കെ ചുവന്ന മുളകും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ച് ഇതിക്ക് ചുവന്ന മുളക് പൊടി ചേർക്കണുണ്ട്. എന്താ കളർന്ന് വെച്ചാൽ കളർ കിട്ടാന്. നമ്മൾ മോരുകറിയിലൊക്കെ മഞ്ഞപ്പൊടി ചേർക്കില്ലേ, അതേപോലെ മഞ്ഞപ്പൊടി ഇങ്ങനെ വറുത്തിട്ടിട്ട് മഞ്ഞപ്പൊടി ലേശം പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. അതേപോലെ മുളക് പൊടി ഇതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ എരി ഉണ്ടാവില്ല അല്ലേ? കളറ് മാത്രം. നമ്മൾ വറുത്തിട്ടു. മുളകും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു, ചുവന്ന മുളക്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറൈറ്റി സാമ്പാർ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കൂ അല്ലേ അച്ഛാ? അപ്പോൾ അടിപൊളിയായിരിക്കും. നമുക്ക് ഈ സാമ്പാറും ചോറും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഉണ്ടെങ്കിൽ ചെറിയൊരു കൊണ്ടാട്ട മുളക് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിലും ഈ സാമ്പാറും ചോറും ഉഷാറാവൂലേ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പിന്നെ സാമ്പാറാണിത്. നമുക്ക് ഉള്ള കഷ്ണം വെച്ചിട്ട് കുറേ പിന്നെ പച്ചക്കറികളില്ലെങ്കിലും ഉള്ള പച്ചക്കറികൾ വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. മത്തനാണ് ഇതിൽ, മത്തൻ ചേർക്കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.